ഇതാ സാറേ ഞങ്ങളുടെ ഏരിയ. നോക്കി നടക്കണേ, അല്ലെ തലംകുത്തി താഴെ വീഴും. അവിടെ നോക്കിയേ, മുട്ടയടിച്ച് കോഴിക്കുഞ്ഞിനെ പോലെ ഒരുത്ത് നിൽക്കുന്ന കണ്ടില്ലേ? അവനാ ഇവിടുത്തെ വലിയ റൗഡി. ഈ കല്ല് കെട്ടിട്ട് കടലിനകത്ത് താഴ്ത്തുന്ന ടെക്നിക്ക് കണ്ടുപിടിച്ചത് ഇവൻ തന്നെയാ സാറേ. ഇതൊക്കെ ആരുടെ ധൈര്യത്തിലാ ചെയ്യുന്നത്? ബായിയുടെ ധൈര്യത്തിലാ. വലിയ ആളാ. ഈ നാടിന്റെ സോൾട്ട് കിങ് ആണ്. മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ പിഴിഞ്ഞ് കഷ്ടത്തിന്റെ ഇടയ്ക്ക് വെച്ചേക്കുക. പക്ഷെ ഇവന്മാരെല്ലാം കണ്ടു പേടിക്കുന്ന പോലെ ഒരുത്തനുണ്ട്, തങ്കരാജ്. ആരാ തങ്കരാജ്? അതാ സാറേ നല്ല ഗമയിൽ നമ്മുടെ സ്കൂളിൽ ബെൻസിൽ വന്നിറങ്ങത്തില്ലേ, അവളുടെ ചിറ്റപ്പനാ. ഇമ്പോർട്ട് എക്സ്പോർട്ടിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബിസിനസ്സാ. പക്ഷെ ആൾ ഡീസന്റും നീതി ഉള്ളവനുമാണ്. ടൈംസ് അപ്പ്. 1 hour ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. സാർ, സെൻട്രൽ മിനിസ്റ്റർ വിളിക്കുന്നു. എന്താ രംഗരാജേ, രാവിലത്തെ വാക്കിംഗ് ഡിസ്റ്റർബ് ആയോ? ഓ ഇല്ല സാറേ, പറഞ്ഞോളൂ. കൂടംകുളത്തിനും ആലപ്പുഴയ്ക്കും ഇടയ്ക്ക് ഹാർബർ വരാനുള്ളൊരു ചെറിയ നീക്കം നടക്കുന്നുണ്ട്. 6 മാസത്തിനുള്ളിൽ ഒഫീഷ്യലായി അറിയിപ്പുണ്ടാവും. റേറ്റ് കുറഞ്ഞിരിക്കുമ്പോൾ ആ ഏരിയയിൽ ഒരു 500 ഏക്കർ ഒന്ന് ബ്ലോക്ക് ചെയ്ത് ഇട്ടേക്കണം. എല്ലാരും ഒരേ ദിശയിൽ കൂടെ നടക്കുമ്പോ ഇയാൾ എതിർ ദിശയിൽ കൂടെ നടക്കുന്നത് കണ്ടില്ലേ? സാർ, ബായ് വാക്കിങ്ങിന് വന്നിട്ടുണ്ട്. വാ സാർ, നമുക്ക് പോകാം. രംഗരാജും ബായും ഒന്നിച്ചു വന്നാലേ പ്രശ്നം. എല്ലാവരുടെയും കപ്പലിൽ കയറി കാല് വെക്കും അല്ലേ? ബായ്, എന്താ ബായ് ഇത്? അവനെ കടലിൽ കെട്ടിത്താക്കാൻ വേണ്ടിയില്ലേ ഞങ്ങൾ വന്നത്? എന്നിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ ചെയ്തല്ലോ ബായ്. ഇത് ആരെങ്കിലും പോയി പറയാൻ ഈ നാട്ടിൽ എവനോടാ ധൈര്യം ഉള്ളത്? ശരി ബായ്, നിങ്ങൾ പോയേര്. എടുക്കടാ, വേഗം എടുക്ക്. വേഗം വരാൻ. നിങ്ങൾ കൊണ്ടുപോയിക്കോ. പെട്ടെന്ന് ഓടിക്കേ. വേഗം വേണം. അമ്മേ, വല്ലതും കഴിച്ചോ മോനെ? ആ കഴിച്ചമ്മേ. നിന്റെ ജോലി ടൗണിലാണെന്നുള്ളത് എനിക്കറിയാം. രാത്രിയെങ്കിലും ഒന്ന് വീട്ടിൽ വന്നുകൂടെടാ? കുറച്ച് ജോലിയുണ്ടമ്മേ, ഞാൻ ഞായറാഴ്ച വരാം. നമ്മുടെ കടയും നീ ജോലി ചെയ്യുന്നതിന്റെ അടുത്തല്ലേ? നിനക്കൊന്ന് അച്ഛനെ കണ്ടാലെന്താ? ശരിയമ്മേ, നോക്കട്ടെ. അതെ, സംസാരിക്കുന്നേ. ആരാ? നമ്മുടെ മോനാ നരസിംഹൻ. നീ സംസാരിച്ചാ മതി. ഒന്ന് സംസാരിക്കുന്നേ. എന്താ അമ്മേ, അച്ഛനാണോ? അതെ. എന്നോട് സംസാരിക്കില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല മോനെ. കുഴപ്പമില്ലമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. എന്തെങ്കിലും ഒന്ന് അവനോട് സംസാരിച്ചൂടായിരുന്നോ? സമയം വരട്ടെ, സംസാരിക്കാം. എന്റെ മുത്തേ ഒന്ന് വരുമോ? ഇതും പിടിച്ചോണ്ട് ഇവിടെ ഒന്ന് പാടിയോണ്ടോ? പാടിയ സാധനം വരില്ല, കാരണം അടിച്ച് ചത്തുപോകും. എന്നാ പറ്റി സൂസേ? ഭയങ്കര വിഷമത്തിലാണല്ലോ. എന്ത് പറയാനാ, ഈ സ്കൂളിലെ ഒരു മാഷുമാര് ശരിയല്ല. നീ ഇവിടുത്തെ ഏത് മാഷിനെയാ പറയുന്നേ? നമ്മുടെ ഇവിടുത്തെ ഇംഗ്ലീഷ് ടീച്ചറെ കണ്ടിട്ടില്ലേ? അവൾ ഇവിടെ ഗ്രാമർ പറഞ്ഞു കൊടുക്കാൻ വരുന്നതാണോ അതോ ഗ്ലാമർ പറഞ്ഞു കൊടുക്കാൻ വരുന്നതാണോ എന്നൊരു സംശയം. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല, അവൾ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്ന കണ്ടിട്ട് പറയുന്നു. ഒരർഹതയില്ലാത്ത മലയാളം മാഷ്, അറിവില്ലാത്ത കെമിസ്ട്രി മാഷ്, ബുദ്ധിയില്ലാത്ത കണക്ക് മാഷ്. അപ്പൊ ഈ പള്ളിക്കൂടം തന്നെ വേസ്റ്റ് ആണെന്നാണോ? ദേ എടോ മരമൊത്ത തലയാ, പള്ളിക്കൂടം എങ്ങനെ വേസ്റ്റ് ആവുന്നേ? മൊത്തവും 16 ഏക്കർ. അതിൽ 2 ഏക്കറാണ് ബിൽഡിംഗ്. ബാക്കിയുള്ള 16 ഏക്കർ ഫ്ലാറ്റ് ഉണ്ടാക്കി വിറ്റാണ്ടല്ലോ, ഒരാൾക്ക് 6 കോടി കിട്ടും. അതും കൊണ്ട് നമ്മൾ ഇവിടുന്ന് ആൻഡമാനിലേക്ക് പോയി ഒരാൾക്ക് ഒരു ദ്വീപ് വെച്ച് വാങ്ങിച്ചോണ്ടല്ലോ, നല്ല സുഖമായിട്ട് ജീവിക്കാൻ. അല്ല സാറേ, നമ്മുടെ ഈ സ്കൂളിന്റെ നല്ല ഗുണങ്ങളെ കുറിച്ച് ഞാൻ ഇയാൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞങ്ങളെ ഓരോരുത്തരെ നീ നിർജീവമായി മൈക്കിൽ കൂടെ പറഞ്ഞത് ഞങ്ങൾ എപ്പോഴാണ് മൈക്ക് ഓണായത്? ഞാനത് അറിയാതെ ഓൺ ചെയ്തു പോയതാ സൂസേ. മാങ്ങാട്ടിത്തലയാ, നിനക്കുള്ള പണി ഞാൻ തരാൻ കേട്ടോടാ. എന്നെ കുടുക്കിയല്ലോടാ നീ. മര്യാദക്ക് പുറത്തു പോക്കോടാ. അല്ല സാറേ, എപ്പോഴും എന്നോട് ക്ഷമിക്കുന്ന പോലെ നിങ്ങൾ ക്ഷമിച്ചാലും എല്ലാം അറിയുന്ന അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ സാർ, നരസിംഹം എന്തൊക്കെയായി?
വിശേഷിച്ചെന്തെങ്കിലും? കോസ്റ്റൽ ഏരിയ മുഴുവൻ അരിച്ചുവർക്ക് ചെക്ക് ചെയ്യാം സാർ. നമ്മൾ വിചാരിച്ച പോലെ ആയുധം കടത്തലൊന്നുമല്ല സാർ. വേറെന്തോ നടക്കുന്നുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പലരും തെറ്റ് ചെയ്യുന്നതിന് കൂട്ടി നിൽക്കുക. അടുത്ത പ്ലാൻ? ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് അറിയണം സാർ. അതുകൊണ്ട് ബോബ്സ് മിഷനിൽ എനിക്ക് സഹായിയായിരുന്ന SI പ്രൊമോഷൻ കിട്ടിയ ബാസിയും ബഹദൂറിനെയും ഇവിടേക്ക് പോസ്റ്റ് ചെയ്താൽ എനിക്ക് സഹായമായിരിക്കും. ഉടനെ തന്നെ ചെയ്യാം. താങ്ക് യു സാർ. പിന്നെ കല്യാണം കഴിഞ്ഞുള്ള ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഇല്ല സാർ, എൻ്റെ കല്യാണം സാർ കഴിഞ്ഞിട്ടില്ല സാർ. കല്യാണം കഴിഞ്ഞില്ലെന്നോ? കല്യാണത്തിന് സമ്മതം ചോദിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കാവ്യം കൊണ്ട് വീട്ടിൽ പോയത്. ഞാൻ ജോലി കളഞ്ഞ കാരണത്താൽ എൻ്റെ അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചതുമില്ല, എന്നോടൊപ്പം മിണ്ടുന്നുമില്ല. സോറി നരസിംഹബാബു. ഇറ്റ്സ് ഓക്കെ സാർ. താങ്ക് യു സാർ. സാർ നമ്മുടെ പിള്ളേരോട് ബായെ മൂഡ് ബീച്ചെ മൂടുന്നു പറയുന്നു. വായ മൂടി വെക്കാം. അത്ര വലിയ ബീച്ച് എങ്ങനെ മൂടുന്നു സാറേ? ഇതുപോലും അറിയില്ലേ? അത് ഹിന്ദി കമാൻഡറാണ്. അത് ഹിന്ദിയാണോ? 1 2 3 4 അതിനേക്കാളും കൂടുതലായിട്ടൊന്നും പറഞ്ഞു തന്നില്ലല്ലോ. സുസേ, പ്രേയറിന് സമയമായി. വേഗം കൊടിയേറ്റാനുള്ള ഏർപ്പാടി. ഓക്കെ സാർ. ആരാ എന്റെ കൊച്ചിനെ ഇങ്ങനെ അടിച്ചത്? ആരാടാ മുട്ടയെ നിർത്തിയത്? എന്താടാ എല്ലാരും നോക്കി നിൽക്കുന്നേ? ചോദിച്ചു കേട്ടില്ലടാ. എല്ലാം പാട്ടും കേട്ടുകൊണ്ട് നിൽക്കുന്നല്ലേ? ഒരു കൊച്ചുകുട്ടിയെ ഇങ്ങനെയാണോ അവിടെ അടിക്കുന്നേ? എന്റെ കൊച്ചിനെ മുട്ടയെ നിർത്തും അല്ലടാ. ആരാ അടിച്ചേ? ഇവനാണോ അല്ലെങ്കിൽ ഇവനാ? അതോ ഇവനോ? ഇവനാ? നീ അവിടെ നിക്ക്. എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ കൊച്ചിന്റെ മേത്ത് കൈവച്ച്? പിന്നെ ഞാനിന്ന് സ്റ്റുഡൻസ് എല്ലാരും ക്ലാസ്സിൽ പോവും. കുട്ടികളെല്ലാം വേഗം ക്ലാസ്സിൽ കയറാൻ നോക്കേ. ചെന്ന് പോ. ഞങ്ങളുടെ ചേട്ടനെ അടിക്കുമല്ല. പുറത്തു പോകാനാ പറഞ്ഞത്, പള്ളിക്കുടമായത് പോകാനല്ലേ പറഞ്ഞത്. എടാ വളരാ. ഹലോ പോലീസ് സ്റ്റേഷൻ. ദേശീയഗാനം പാടിക്കൊണ്ടിരിക്കുമ്പോ ഇടിവെട്ടിയാലും നിന്നിടത്തൊന്നും അനങ്ങാൻ പാടില്ലെന്നുള്ള വിവരമൊന്നും നിനക്കറിയില്ലേ? ത്രിവർണ്ണ പതാകയ്ക്ക് ബഹുമാനം കൊടുത്ത് 50 അധ്യാപകരും 1500 വിദ്യാർത്ഥികൾ നിൽക്കുമ്പോൾ പള്ളിക്കൂടത്തിലേക്ക് അതിക്രമിച്ച് കയറിയത് കുറ്റപദം തോന്നില്ലേ? മാതാ പിതാ ഗുരു ദൈവം എന്നാ പറയാറ്. അങ്ങനെയുള്ള അധ്യാപകരോടാണോ നിന്റെയൊക്കെ എഴുന്നേറ്റം? നീയൊക്കെ ഇന്ത്യക്കാരൻ തന്നെയാണോടാ? പാർട്ടിക്കൊടികളുടെ എണ്ണം കൂടിയത് കാരണം പാർട്ടിക്കൊടിയും ദേശീയ പതാകയും തിരിച്ചറിയാനുള്ള ബോധമില്ല നിനക്ക്? ഇന്ന് അധ്യാപകരുടെ അടി വാങ്ങാത്തവര് നാളെ ക്രിമിനലായി പോലീസിനെ ഇന്ന് അടിവാങ്ങും. ഇന്ന് പള്ളിക്കൂടത്തിൽ മുട്ടുകുത്താത്തവൻ നാളെ ജയിലിൽ വാർഡന്റെ മുന്നിൽ മുട്ടുകുത്തും. പഠിക്കുന്ന കുരുന്നുകളുടെ മനസ്സിൽ നീയൊക്കെ എന്തിനാണ് വിഷം കുത്തി നടക്കുന്നത്? ഇയാളാണോ? ഇയാള് കാക്കുടിപ്പെട്ട കാണ്ടാമൃഗമാണല്ലോ. അല്ല, ഇവന്മാർക്ക് ഇത്ര രക്തം വരാൻ വേണ്ടി ഇങ്ങനെ അടിച്ചതാരാ? ഞാൻ തന്നെയാ. നീ സ്കൂൾ വാദിയാരാണോ അതോ ഗുസ്തി വാദിയാരാണോ?
എന്നെ അടിയാടാ അടിച്ചേ. ഒരു കാര്യം പറയാം, അവരാണ് സ്കൂളിൽ നുഴഞ്ഞു കയറി അധ്യാപകരോട് മതി. അതെല്ലാം സ്റ്റേഷനിൽ ഒന്ന് സംസാരിക്കാം. ഞാനൊരു NCC മാസ്റ്ററാണ്. ഇൻസ്പെക്ടർ റാങ്കുള്ള ഒരു ഓഫീസർ വന്നാൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ NCC ബറ്റാലിയൻ കമാൻഡർ ചീഫിന്റെ പെർമിഷൻ വേണം. NCCയോ SSLCയോ അതൊന്നും എനിക്കറിയില്ല. അവര് നിങ്ങളെ അടിക്കാൻ വന്നു, വണ്ടിയെ കയറ്റി. നീ ആണെങ്കിൽ അവരെ അടിച്ചേക്കുന്നു, വണ്ടിയെ കയറ. അയ്യോ, ദേ ഇങ്ങോട്ട് നോക്കിയേ, നീ ആ പോലീസിന് ഫോൺ ചെയ്ത് പുള്ളിയെ കുടിക്കുകയല്ലേ? അന്ന് തന്നെ നിന്റെ TC കീറി സ്കൂളിന് വെളിയിൽ അയക്കേണ്ടതായിരുന്നു. നീ പാവാണെന്ന് അയാൾ വിചാരിക്കുമ്പോ അയാളോട് ഇങ്ങനെ ചെയ്യുന്ന നീ? അല്ല, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തത്. നീ വേണോന്ന് വെച്ച് തന്നെ ചെയ്തതാ. അയാളൊന്ന് വന്നോട്ടെ, നിന്റെ തല ബക്കറ്റ് കമത്ത് വെച്ച് ഭരതനാട്ടം ആടിക്കളെ, ഞങ്ങൾ കാണിച്ചു തരാം. നീയാണോ പോലീസിന് ഫോൺ ചെയ്തേ? സോറി സർ. സ്കൂളിൽ അത്രയും പേര് വെറുതെ ഇരുന്നപ്പോ നീ എന്തിനാ പണി ചെയ്ത്? അത് ഞാൻ ആ റൗഡികൾ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതിയിട്ടാ. ഗുഡ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇങ്ങനെ വേണം ആലോചിക്കാൻ. യുവർ പ്രസൻസ് ഓഫ് മൈൻഡ്, ഈ സത്യസന്ധത, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. കീപ് ഇറ്റ് അപ്പ് സത്യ.